ഇതുപോലെയൊക്കെ ഇച്ചിരി പാവയ്ക്കൊക്കെ ഉണങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് വന്ന് അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു യാത്ര പോയിട്ട് പെട്ടെന്ന് വരുമ്പോൾ നമുക്കൊരു കറി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ അതുമല്ല, കുറച്ച് പാവയ്ക്ക കൂടുതൽ കിട്ടിയാൽ കേടാകാതെ ഇരിക്കും. അപ്പോൾ ഞാൻ ഇച്ചിരി പാവയ്ക്ക ഉണങ്ങിയെടുത്താണ് ഇത്. ആദ്യം കിട്ടിയ പാവയ്ക്കൊക്കെ കൂടെ ഇവിടെ അരിഞ്ഞെടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വലിയ പാവയ്ക്ക കിട്ടി. അതിങ്ങനെ പഴുത്ത് തുടങ്ങിയതാണ്. ഒരെണ്ണം കൂടെ കിടപ്പുണ്ട്. അത് പഴുക്കട്ടെ എന്ന് ഓർത്തോടെ ഇട്ടിട്ട് ഈ ഒരെണ്ണം കൂടെ കൊണ്ടുവന്ന് ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഞാൻ ഓവനകത്ത് വെച്ചൊന്ന് വാട്ടി ഉണങ്ങി നോക്കാമെന്ന് വിചാരിക്കുന്നത്. നിങ്ങളെ കാണിക്കാം. ഇതുകൊണ്ടോ, ഇതും പഴുത്തതാണ്. ഇതിൻ്റെ കുരു നമുക്കെടുത്ത് നടണം. ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ കൂട്ടി നാടൻ പാവയ്ക്കയുടെയൊക്കെ കുരു ഞാൻ തരാം കേട്ടോ. കിട്ടുന്ന നല്ല കുരുവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാവയ്ക്ക ഇവിടെ അരിഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിനകത്ത് കുറച്ച് മുളകിടാം നമുക്ക്. ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് കുടഞ്ഞു വെക്കാം. ഇനിയൊരു 5 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കിതെടുത്ത് ഓവനകത്ത് നിരത്തി വെച്ച് ഉണക്കാം. ഇത് ഏത് പാത്രമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ഓവനകത്തെ പ്ലേറ്റാണ്. ഞാൻ ഈ പാവയ്ക്ക അരിഞ്ഞ് വെച്ചിരുന്നത് ഓവനകത്തെ പ്ലേറ്റിനകത്തോട്ട് നിരത്തി വെക്കുകയാണ്. ഇതിലോട്ട് വെക്കുമ്പോൾ ഇതൊന്ന് വേകുകയും ചെയ്യും, ഉണങ്ങുകയും ചെയ്യും. അപ്പോൾ കേട് മാറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെയിലുള്ളപ്പം ബാക്കി എടുത്ത് വെച്ചാൽ മതിയല്ലോ. മുഴുവൻ ഇതേ വെച്ച് ഉണങ്ങണമെങ്കിൽ നമ്മളെ വലിയൊരു ഓടിക്കും കറണ്ട്. അപ്പം മഴ ആയതുകൊണ്ട് പറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ ചട്ടിക്കകത്തിരുന്ന് ഉണങ്ങിയില്ല. ചട്ടിക്കകത്ത് ഉണങ്ങുന്നതിനേക്കാൾ നന്നായിട്ട് വെള്ളം വലിഞ്ഞ് കിട്ടും, ഒപ്പം വെന്തും കിട്ടും. അപ്പം ഞാനിത് ഓവനകത്തേക്ക് വെച്ച് ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ അത് അധികം പ്രസംഗമാകാൻ പറ്റില്ല. ഇത് കുറച്ചൊക്കെ ഉള്ളെങ്കിൽ നമുക്കൊന്ന് കേട് മാറ്റിയെടുക്കാൻ ഇങ്ങനത്തെ സൗകര്യം നമുക്ക് ഉപയോഗിക്കാം. ഇത് അടച്ചിട്ട് ഓൺ ചെയ്യാം. ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അത് 2 മിനിറ്റിൽ ഇത് ചൂടായിട്ടുണ്ട്. 2 മിനിറ്റേ വെച്ചിരുന്നത്. ഒരു 2 മിനിറ്റും കൂടെ വയ്ക്കാമെന്ന് തോന്നുന്നു. ഇത് രണ്ടാമത്തെ കേട്ടോ. ആദ്യത്തേത് 5 മിനിറ്റിൽ ഒരു ദിവസത്തെ ഉണങ്ങി പതുക്കെ ഒന്ന് വേവുകയും ചെയ്തു. പാവയ്ക്ക പറ്റിച്ചുണങ്ങുമ്പോൾ അങ്ങനെയല്ലേ, ഇപ്പം നന്നായിട്ട് വേവിക്കുന്നില്ലല്ലോ. കേട മാറാൻ മാത്രം ആവി കയറ്റുന്നതല്ലേ ഉള്ളൂ. അപ്പം നമുക്കിതും വയ്ക്കാം. നാളെ ആകുമ്പോഴത്തേന് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ആവി കയറ്റി ഒന്ന് ചൂടാക്കി എടുക്കാൻ വെയിൽ കിട്ടിയില്ലെങ്കിൽ. നാളെ വെയിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് വെയിലത്തും വയ്ക്കാം. നമ്മുടെ പാവയ്ക്ക നമ്മൾ വേവിച്ച് വെച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. അന്ന് ഒന്ന് ചൂടാക്കി വെച്ചു, ഇന്നലെ ഒന്ന് ചൂടാക്കി വെച്ചു. ഇന്നും നല്ല മഴയാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ ഓവനകത്ത് തന്നെ ഇത് വെച്ച് ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് ചൂടാക്കി വെക്കാമെന്ന് വിചാരിക്കുന്നു. വേഗം മാറാൻ വേണ്ടി മഴയില്ലാതെ വെയിൽ തെളിയുന്ന സമയത്ത് വെളിയിൽ വെക്കാമെന്ന് ഓർത്തിട്ട് ഇതുവരെ 2 ദിവസമായിട്ട് മഴ മാറിയിട്ടില്ല. ഇതിപ്പോൾ 4-ാമത്തെ ദിവസം വെച്ചിട്ട് എടുത്ത് തണുക്കാനായിട്ട് വെച്ചിരുന്ന ആവി വന്ന് നനഞ്ഞിരിക്കുന്നത് കണ്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതിനി പാത്രത്തിലിട്ട് അടച്ച് വെക്കാം. ആവശ്യം വരുമ്പോൾ എടുത്ത് എണ്ണ ഒഴിച്ച് വറുക്കാം. 4 ദിവസം കൊണ്ടാണ് ഞാൻ ഉണങ്ങിയത്. ഇത് ഒരു ദിവസം കൊണ്ട് വേണേൽ ഉണങ്ങായിരിക്കും കേട്ടോ. പക്ഷേ അത് ശ്രമിച്ചില്ല. വെയിൽ വന്നെങ്കിൽ വെയിലത്ത് വെക്കാമല്ലോ എന്നൊക്കെയുള്ള കണക്കൂട്ടൽ കേടാകാതെ കേട് മാറ്റി വെച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം 4 ദിവസം കൊണ്ട് ഈ പാവയ്ക്ക ഓവനകത്ത് ഉണങ്ങിയെടുത്തു. ഒരു ദിവസം പോലും വെയിലത്ത് വെക്കാനുള്ള അവസരം ഉണ്ടായില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ കേടായി പോകാതെ ഒരു ദിവസം കൊണ്ട് വെയിലത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം വെയിലത്ത് വെക്കാനും പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ഇപ്പം മനസ്സിലാക്കുന്നു. അപ്പം നിങ്ങൾക്കൊരു പുതിയ അറിവാകട്ടെ എന്നോർത്തുകൊണ്ട് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇനി ഇതുപോലെയൊക്കെ ഉണ്ടാക്കി ഒരു ചെപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ
കാറ്റ് കയറാതെ അടച്ച് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് കറിയാക്കുകയും ചെയ്യാം. കൂടുതൽ വരുന്നത് ചീത്തയായി പോകാതെ സൂക്ഷിച്ച് വെക്കാം, പിന്നീട് ഉപയോഗിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.